അയ്യോ വണക്കം. കുറേ നാളായി അമേരിക്കയും ട്രംപിൻ്റെയും ഇറാൻ്റെയൊക്കെ കാര്യം എടുത്തിട്ട് എന്നും നമുക്കിങ്ങനെ വി ഡി സതീശനും SFIയും KSU ഒക്കെ എടുത്തുകൊണ്ടിരുന്നാൽ മതിയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളിലേക്കൊക്കെ പോയിട്ട് വരാം. അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്നാണ് നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം, ആ മഹാരാജ്യത്തിൻ്റെ ഗതി വരെ ഇപ്പോൾ അധോഗതിയിലായി എന്നുള്ള രീതിയിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പോക്കെന്ന് പറയുന്നത്. ട്രംപ് ആണെങ്കിൽ ഒരു വേട്ടാവളിയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപ് ഈ ഇടയ്ക്ക് ചൈനയിൽ പോയിരുന്നു. ചൈനയിലേക്ക് ട്രംപ് പോകാനുള്ള കാരണം വേറൊന്നുമല്ല, ട്രംപിന് ഇപ്പോൾ ചൈനയുടെ സഹായം ആവശ്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ അമേരിക്ക മുച്ചൂടും മുടിഞ്ഞിരിക്കുകയാണ്. ഈ മുടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയെ ഒന്ന് അനുനയിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ട്രംപിനൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇളിച്ച മോന്തയോടുകൂടി നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നേരെ ചൈനയിലോട്ട് വച്ചുപിടിച്ചത്. ചൈനയെ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളതും കടന്നാക്രമിച്ചിട്ടുള്ളതും ഇവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈനയിലെത്തിയ ട്രംപിനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ഷീ ജിങ് പിങ് പാഴാക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ട്രംപിനെ സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഷീ ജിങ് പിങ് വന്നില്ല എന്ന് ട്രംപ് അവിടെ കിടന്ന് ആക്രോശിച്ചത് തന്നെ മെച്ചം. ആരും വന്നില്ല ട്രംപിനെ അവിടെ സ്വീകരിക്കാൻ. അങ്ങനെ ട്രംപ് അവിടെ നിന്ന് ഇറങ്ങി ചൈനീസ് സന്ദർശനമൊക്കെ കഴിഞ്ഞ് അവസാനം കൈമുഷ്ടി ചുരുത്തി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ടാണ് ട്രംപ് തിരിച്ചു വന്നത്. ആ തിരിച്ചു വരുന്ന കൂട്ടത്തിൽ എന്നാൽ പിന്നെ നിനക്കും ഇരിക്കട്ടെ ഒരു കൊട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചൈന കൊടുത്ത ഗിഫ്റ്റുകളും സുവനീറുകളുമെല്ലാം അവിടെയുള്ള ചവറ്റുകുട്ടയിലേക്ക് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞിട്ടാണ് ട്രംപ് തിരിച്ചു വന്നത്. ട്രംപ് തിരിച്ചു വന്ന ശേഷം ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാനെതിരെ നമ്മളിതാ രണ്ടാമത് യുദ്ധം പ്രഖ്യാപിക്കുന്നു, ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ എന്നാണ് അതിൻ്റെ പേര് എന്ന് ട്രംപ് പറഞ്ഞു. ട്രംപ് ആദ്യം പറഞ്ഞത് ഇറാൻ്റെ നാഗരികതയെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുമെന്നാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാനെ ഞങ്ങൾ തുടച്ചു നീക്കും ഭൂമുഖത്ത് നിന്ന് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് കേട്ട് നമ്മളൊക്കെ ഒന്ന് വരണ്ട്, ഇന്ത്യക്കാരും വരണ്ട്, മിഡിൽ ഈസ്റ്റും വരണ്ട്, ലോകം മൊത്തത്തിൽ ഒന്ന് വരണ്ട്. കാരണം ഇവ എന്തിനെങ്കിലുമൊക്കെ വാ തുറന്നാൽ തന്നെ അപ്പം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ പോകും എന്നുള്ള സ്ഥിതിയിലാണ്. സ്വർണ്ണവിലയാണെങ്കിൽ കുതിച്ചു വരുന്ന നിലയിലാണ് മുകളിലോട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ട്രംപ് വാ തുറക്കരുത് എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും വെറുതെ ഇരിക്കില്ല. ഈ എക്സിലൊക്കെ ഉണ്ടല്ലോ, ഈ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ, അതാണ് ട്രംപ് പോസ്റ്റ് ഇടുന്ന ട്രൂത്ത് സോഷ്യൽ. ഈ ട്രൂത്ത് സോഷ്യലിലൊക്കെ ട്രംപ് പോസ്റ്റ് ഇടുന്ന രാത്രി 3 മണിക്കും 4 മണിക്കും 2 മണിക്കൊക്കെ കണ്ണുമിഴിച്ചിരിക്കുകയാണ്. അങ്ങനെ കണ്ണുമിഴിച്ചിരുന്ന് അതിനകത്ത് രാത്രിയാണ് പോസ്റ്റ് ഇടുന്നത്. നമ്മൾ രാവിലെ ഒരു വാർത്ത കൊടുക്കും, ട്രംപ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. രാത്രി 3 മണിക്ക് വേട്ടാവളിയെ അതിനകത്ത് പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ ഇപ്പോൾ ആക്രമിക്കണ്ടല്ലേ, കുറച്ച് നാൾ കഴിയട്ടെ, ഞങ്ങൾ വരാം എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത വൃത്തികെട്ട മൊണ്ണ എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല. അങ്ങനെയാണ് ട്രംപിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷം ട്രംപ് ഇന്ത്യയോട് വീണ്ടും ഒരു തിട്ടൂര് ഇറക്കി. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ത്യ ട്രംപ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ട്, ഇപ്പോഴും മേടിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും മേടിക്കും. അങ്ങനെ ട്രംപ് പറഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഒന്ന് പ്രതികരിക്കാൻ പോയതാണ്. അപ്പം മല്ലികാർജുൻ ഖാർഗെയാണെന്ന് തോന്നുന്നു, നെല്ല് വെയിറ്റ് ചെയ്യും മാറ്റി പറയും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ രാത്രി 3 മണിയായപ്പോൾ അതാ വരുന്ന ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ്, അല്ലെങ്കിൽ കുറച്ച് എണ്ണ മേടിച്ചോട്ടല്ലേ, കുറച്ച് എണ്ണ മേടിക്കാം എന്നുള്ള രീതിയിലാണ് ട്രംപ് ചെയ്യുന്നത്. ഇതിപ്പോൾ കലാഭവമണിയുടെ പഴയ കോമഡി സ്കിറ്റ് പോലെ 10 പറ അരി ഇടാം അല്ലേ എന്ന് പാചകക്കാരനോട് ചോദിക്കുമ്പോൾ 10 പറ അരി ഇടാം, പോരായ്മ വരും, അപ്പോൾ 10 പറ അരി ഇടണ്ടല്ലേ, 10 പറ അരി ഇടണ്ട, അപ്പോൾ പോരായ്മ വന്നാലോ, പോരായ്മ വരും എന്ന് പറയുന്നത് പോലെയാണ് ട്രംപിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് സത്യമാണ്. നമ്മൾ സത്യം പോലെ പറയണമല്ലോ, അതിനെ മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. പക്ഷേ ആ ഇന്ധന പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോകുമ്പോൾ രാഹുൽ ഗാന്ധി അപ്പുറത്തുനിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇന്ധന പ്രതിസന്ധിയിലോട്ടൊക്കെ പോവുകയാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ BJPക്കാർ മുണ്ടൂരി തലയെ കെട്ടുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് അവരോട്, അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പണി എന്താണ്? രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ വിമർശിക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെയും നമ്മുടെ ഇന്ത്യൻ സർക്കാരിനെയൊക്കെ വിമർശിക്കുക. അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ രാഹുൽ ഗാന്ധിക്ക് പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവൂലേ? അദ്ദേഹം വെറുതെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെന്തായാലും ഉണ്ടാവും 140 കോടി ജനങ്ങളുള്ള രാജ്യത്ത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കുറ്റം കൊണ്ടുപോലുമല്ല. നമ്മൾ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഇന്ധനം ഹോർമൂസിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ 4 രൂപ പെട്രോളിന് കൂട്ടി. ഇനി വരുന്ന നാളുകളിൽ വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകാം, ഇന്ധന റേഷനിങ് വരെ ഉണ്ടാകാം എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓടി നടക്കുന്നത് 5 രാജ്യങ്ങളിലായിട്ട്. UAEയിൽ പോയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ കരാർ ഒപ്പിട്ടിരിക്കുന്നത് 30 ദശലക്ഷം ബാരൽ എണ്ണ ഇന്ത്യയിൽ നിങ്ങൾ സൂക്ഷിച്ചു എന്നുള്ള കരാറിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ട്രംപ് കഴിഞ്ഞ ദിവസം
ഒരു പ്രസ്താവന നടത്തി. ട്രംപിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലത്തേക്ക് ഇറാന് മേലുള്ള ഉപരോധങ്ങളൊക്കെ നീക്കുകയാണ്, കുറച്ചെണ്ണ ആൾക്കാരൊക്കെ മേടിച്ചോട്ട് എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ട്രംപ് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു ഇനി രാത്രി 3 മണിക്ക് ഇവൻ വീണ്ടും കണ്ണുമിഴിച്ചിരുന്ന് പോസ്റ്റ് ഇടുമെന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും നരേന്ദ്രമോദി ഒരു തൊട്ടിയും ഒരു മഗ്ഗും എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ പടക്കപ്പലുകൾക്കെല്ലാം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറ്റിയ അവസരം, എല്ലാ എണ്ണം ഇറങ്ങിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ നാവികസേന ഹോർമൂസിലൂടെ കടന്നു പോകാൻ പോകുന്നു എന്നുള്ള വമ്പൻ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും എല്ലാം തയ്യാറായി കഴിഞ്ഞു. നേരെ മിഡിൽ ഈസ്റ്റിൽ ചെല്ലുക, അവിടെ നിന്ന് പറ്റാവുന്ന അത്രയും സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തുക, ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് കയറ്റി അയച്ചോ, ഒന്നും നോക്കണ്ട, ഹോർമൂസിലൂടെ പൊക്കോ, ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ആ കപ്പലുകൾക്ക് നിങ്ങൾ അകമ്പടി സേവിക്കും, അതായത് നാവികസേനയും വ്യോമസേനയും അകമ്പടി സേവിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കമുണ്ടെങ്കിലും ആ വഴി അസംസ്കൃത എണ്ണയുടെയും വാതകത്തിൻ്റെയും വിതരണ ശൃംഖല ആരംഭിക്കുന്നതിനുള്ള പ്രധാന തയ്യാറെടുപ്പുകൾ ഇന്ത്യ ആരംഭിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് അനുസരിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചരക്ക് കൊണ്ടുപോകാൻ കപ്പലുകൾ അയക്കുന്നതിനുള്ള പദ്ധതി ഇന്ത്യ ഏതാണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ അന്തിമ അനുമതി മാത്രമേ കിട്ടാനുള്ളൂ. അതിനുശേഷം ആ കപ്പലുകൾക്ക് ഹോർമൂസിൽ നിന്ന് ഗൾഫിലേക്ക് പോകാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള റൂട്ടാണ്. ഇന്ത്യയുടെ പദ്ധതി തയ്യാറാണ്, കപ്പലുകളും തയ്യാറാണ്. ഇന്ത്യ മുഴുവൻ പദ്ധതിയും പൂർത്തിയാക്കിയതായും കപ്പലുകൾ അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. സർക്കാർ കമ്പനിയായിട്ടുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഗൾഫ് മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഇതിനായി ഇന്ത്യൻ നാവികസേനയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള അന്തിമ സുരക്ഷാ അനുമതിക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നാൽ പറ്റൂല, ഇനി നമ്മൾ ഇറങ്ങിയാലേ പറ്റൂ എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ സർക്കാർ പറയുകയാണെന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ നടപടി വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇന്ത്യ അതിൻ്റെ ക്രൂഡ് ഓയിൽ ഗ്യാസ് ആവശ്യങ്ങൾക്കായി പശ്ചിമേഷ്യൻ അസംസ്കൃത എണ്ണ ഉൽപ്പാദകരെയാണ് ആശ്രയിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് രാജ്യത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ നാവിക മേഖലയിലെ യുദ്ധക്കപ്പലുകളുടെ എണ്ണം ഇരട്ടിയാക്കുകയും വ്യോമ നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതുവരെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE വഴി അവിടെ നിന്ന് നേരെ സ്വീഡനിലോട്ട് കടന്ന് അവിടെ നിന്ന് നോർവേയിലേക്ക് ചാടി അവിടെ നിന്ന് ചെറിയ വിവാദമൊക്കെ ഉണ്ടാക്കി ഇപ്പം നേരെ ഇറ്റലിയിലേക്ക് പോയി മെലോണിക്കും മെലഡിയും കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പം ശരി.